സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ രാജാക്കാട് എന്ന സ്ഥലത്തെ അതിമനോഹരമായ സാൻജോ കോളേജിലാണ്. ഇവിടെ കുട്ടികൾ ഈ പ്രകൃതിയെ പോലെ തന്നെ മനോഹരമായ കുട്ടികളാണ്. അവരുടെ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് നമുക്ക് കാണാം. കമാ. വല്യേട്ടൻ എന്ന സിനിമയിൽ മമ്മൂട്ടി ചെയ്ത ഒരു ഗംഭീര സ്വീക്വൻസ് ഉണ്ട്. അതാണ് നമ്മളിന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അവരതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അഗൈൻ സാൻജോ കോളേജ് കണ്ടല്ലേ, ഇവരുടെ എനർജി കണ്ടില്ലേ. എന്താണ് പേര്? ലിൻസോ. ലിൻസോ എവിടെയാണ് നാട്? ബൈസമാലി. ഇവിടെ തന്നെയാണ്. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഇവിടെ MSW സെക്കൻഡ് ഇയർ. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? റെഡി, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും. ഒരിക്കോ എല്ലാരും ഒരിക്കോ എനിക്കൂരാൻ പറ്റല്ലോ, കാരണം ഞാനല്ലേ പെട്ടിരിക്കണേ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കാടുകളിൽ കൂപ്പ് പണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും കൊടുത്തും ഉണ്ടാക്കിയ കാലത്ത് മാധവനുണ്ണിയുടെ ബുദ്ധിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്ന പ്രശ്നമേ അല്ല സർ. മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന് ചുവപ്പ് നിറമുണ്ട്, ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ ഓർമ്മിപ്പിക്കാനും ആളായ കഥകൾ പറഞ്ഞ് നെഞ്ചു വിരിക്കാനുമല്ല. മുൾച്ചെടികൾക്ക് തുടക്കം മുതൽ കാണാൻ പറ്റില്ല. മുൾച്ചെടിയിലെ വിഷക്കായ പോലെ നിങ്ങളും ഉണ്ടാക്കിയ ഒരു മകനുണ്ടല്ലോ, അതേ നിൽക്കുന്നു ശവൻകുട്ടി. ശവൻകുട്ടി അതേ നിൽക്കുന്നു ശവരാമൻ. അവനോട് പറയണം മാധവനുടെ അടുത്ത് പിപ്പിടി കാണിക്കാൻ ചെല്ലരുതെന്ന്. കാരണം ദൈവം അവന് ദൈവം അവനൊരു മകനെ കൊടുത്തിട്ടില്ല. ആ ജോലിയും കൂടെ താൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നടക്കണ കാര്യമല്ല പറടാ. ആ കർമ്മം കൂടെ ചെയ്യാന്ന് തന്തയാ തങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അയാളെ എന്റെ മുമ്പിലേക്ക് അയച്ചു വിടുക. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. പറ. ചരലുരുളുമ്പോൾ മണലുരുളൂല, മണലുരുളുമ്പോൾ ചരലുരുളൂല. പെട്ടെന്ന് 3 പ്രാവശ്യം പറഞ്ഞു. മണലുരുളുമ്പോൾ ചരലുരുളില്ല. പുളയും പൊല്ലുളിയായിട്ടൊക്കെ നടന്നോ, പോയി പ്രാക്ടീസ് ചെയ്യണോ, പ്രാക്ടീസ് ചെയ്യും. മണലുരുളുമ്പോൾ ചരലുരുത്തില്ല, ചരലുരുളത്തില്ല, ചരലുരുളുമ്പോൾ മണലുരുത്തില്ല. ചരലുരുളുമ്പോൾ മണലുരുളില്ല, മണലുരുളുമ്പോൾ ചരല് ഉരുളില്ല, മണലുരുളുമ്പോൾ ചരലുരുളില്ല. എന്തോ ഈ പറയുന്നത്? ഓക്കെ ബൈ, വിട്ടോ. ബ്ലസ്സൻ. ഓക്കെ, എവിടെയാണ് നാട്? ഞാനിവിടെ കോട്ടയം. കോട്ടയത്ത് എവിടെ? കോട്ടയം പാമ്പാടി. പാമ്പാടി. ഏതിനാ പഠിക്കുന്നത് ഇവിടെ? BCA ഫസ്റ്റ് ഇയർ. തുടങ്ങാം. റെഡി, ആക്ഷൻ. ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ. ആരെന്നെയാണോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. ഉൾനാമ്പ് തെളിയാത്ത കാലത്ത് അതങ്ങനെയല്ലോ. എന്തുകൊണ്ടാ പാട്ട് പാടാനല്ലേ പറഞ്ഞത്? ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും ഗൂഡല്ലൂരിലെയും കാടുകളിൽ കൂപ്പ് പണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും കൊടുത്തും മാധവനുണ്ണി ഒഴുക്കിയ മാധവനുണ്ണി വളർന്ന കാലത്ത് മാധവനുണ്ണി വളർന്ന് വളരുന്നുണ്ട്. കൊണ്ടും കൊടുത്തും മാധവനുണ്ണി ഒഴിക്കുക ചോരയുടെ നിറം ചുവപ്പാണ്, കറുപ്പാണ്. വിയർപ്പിന്റെ വിയർപ്പിന് ചുവപ്പ് നിറമാണ്, ചോരയുടെ ചുവപ്പ്. അങ്ങനെ പറഞ്ഞു. വന്നത് പഴങ്കഥകൾ ഓർമ്മിപ്പിക്കാനും ആളായ കഥകളെ പറിച്ചു കാണിക്കാനും. അപ്പൊ പിന്നെ എന്റെ പ്രകടനം കാണാൻ വരുന്നവരെന്ത് ചെയ്യും? അവര് പന്തോങ്കളത്തി പ്രകടനമായിട്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാ അച്ഛനീ പറയുന്നത്. ഒരു കാര്യം ചെയ്യ്, മുണ്ടിൽ ചെളി പുരളരുത്. പറ 3 പ്രാവശ്യം. മുണ്ടിൽ ചെളി പുരളരുത്. വരളരുതല്ല, പുരളരുത്. 3 പ്രാവശ്യം പറ. മുണ്ടിൽ ചെളി പുരളരുത്. 3 പെട്ടെന്ന് സ്പീഡിൽ പറ. മുണ്ടിൽ ചെളി പുലരരുത്. പുളരരുതല്ല, പുരളരുത്. പുരളരുത്. ഒന്ന് പറഞ്ഞു കൊടുത്തേ. അവിടെ കഥ പറയാതെ ഇങ്ങോട്ട് വന്നേ കേട്ടെ.
മുണ്ടിൽ ചെളി പുരളരുത് പറ. മുണ്ടിൽ ചെളി പുലരരുത്. പുളരരുതല്ല, പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുലരരുത്. പുരളരുത്. പെട്ടെന്ന് പറ. മുണ്ടി ചെളി പുലരരുത്. മുണ്ടി ചെളി പുരളരുത്. മുണ്ടി ചെളി ഇവന് ഇതൊക്കെ പതിവാ. മതി ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. മുണ്ടി ചെളി പുരളരുത്. മുണ്ടി ചെളി പുരളരുത്. മുണ്ടി ചെളി പുരളരുത്. അതെ, ഒരു മാസം പണിയെടുപ്പിച്ച് വിട്ടാൽ മതി. അരിയാട്ടാനും വെള്ളം കോരാനൊക്കെ പറ്റും. തൽക്കാലം ഇവിടുന്ന് മുങ്ങ. പേരെന്താണ്? ബിനിൽ മനോഹരമായി മിമിക്രി പറയുന്നൊരു സ്റ്റുഡൻ്റാണ്. എവിടെയാണ് നാട്? രാജാക്കാട് തന്നെ. രാജാക്കാട് തന്നെ. ഓക്കെ. ഏതിനായിരുന്നു പഠിക്കുന്നത്? ഞാൻ MSW ഫസ്റ്റ് ഇയർ. തുടങ്ങാമെന്നോ? റെഡി. ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് കമ്മട്ടിപ്പാടത്തിലെ ദുൽഖറിൻ്റെ സൗണ്ടാണ്. ഞങ്ങളൊക്കെ തെരുവട്ടികളാടാ. തെരുവട്ടികൾ കുടവുകളില്ല, പക്ഷേ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ടാ. പിന്നെ എൻ്റെ എറണാകുളം സിറ്റി അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് നിൽക്കുന്നേ കമ്മട്ടിപ്പാടത്തിൻ്റെ ചതുപ്പില. അത് കെട്ടിപ്പൊക്കിയിരിക്കുന്നേ സിമെൻറ്റ് മണ്ണും കൊണ്ടൊന്നുമല്ല, നല്ല കറുത്ത കട്ട പിടിച്ച ചോര ഉണ്ടാ. ഗംഗയുടെയൊക്കെ ചോരയ്ക്ക് ചോരയുള്ളിൽ കേൾക്കണടാ. പിന്നെ നമുക്ക് അടുത്ത ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കാടുകളിൽ കൂപ്പ് പണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും മാധവനുണ്ണി വളർന്ന കാലത്ത് കുറെ വേർപ്പൊഴുക്കിയായിരുന്നു, കുറെ ചോഴ ഒരുക്കിയായിരുന്നു. കുറെ ചോഴ ഒഴുകിയായിരുന്നു. ഓക്കെ. അങ്ങനെ കൊണ്ടും കൊടുത്തും മാധവനുണ്ണി ഒഴുകിയ വേർപ്പിന് ചോരയുടെ നിറമായിരുന്നു. ചുവപ്പ് ചോരയുടെ നിറം. കറുത്തതും വെളുത്തതും ഒക്കെ വേറെ ഉണ്ടല്ലോ. ഇയാൾ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ചോരയുടെ ചുവപ്പ് നിറം വന്നത് എന്തിനാ പറ. പഴങ്കറികൾ വന്നത് പഴങ്കറികൾ കഴിക്കാനാണ് വന്നത്. പഴങ്കറികളും തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. വന്നത് പഴങ്കഥകൾ ഓർമ്മിപ്പിക്കാനോ പണ്ട് ആളായ കാര്യം നെഞ്ചുവിരിച്ച് കാണിക്കാനൊന്നും അല്ല വന്നത്. പണ്ട് ആളായ കഥകൾ പറഞ്ഞ് നെഞ്ചുവിരിക്കാനും അല്ല. മുൾച്ചെടിക്ക് കായ ഉണ്ടായ പോലെ, അയ്യോ എന്ത് മുൾച്ചെടിക്ക് വിഷക്കായ ഉണ്ടായ പോലെ ഈ ഒരുത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതാ നിൽക്കുന്നു ശവരാമൻ. അവനോട് പറയണം മാധവനുടെ അടുത്ത് പിപ്പിടി വിദ്യ കാണിക്കാൻ വരരുതെന്ന് കൊള്ളി വെക്കാൻ ഒരു മകനെ പോലും ദൈവം അവന് കൊടുത്തിട്ടില്ല. അങ്ങനെ ആ കർമ്മം കൂടി ചെയ്യാൻ തന്തയായ നിനക്ക് ആ കർമ്മം അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക എന്റെ മോൻ. അങ്ങനെ തന്നെ വേണം. ആ കർമ്മം കൂടി ചെയ്യാൻ തന്തയായ നീ തയ്യാറാണെങ്കിൽ മാത്രം ഇവനെ എന്റെ മുമ്പിലേക്ക് ഇട്ടാ മതി. ഇനി മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. ഉണ്ട്, പക്ഷെ മലയാളത്തിൽ ഒലിച്ചു പോകരുത്. അങ്ങനെയാണെങ്കിൽ മാത്രം തന്തയായ നീ അങ്ങനെയാണെങ്കിൽ മാത്രം തന്തയായ നീ ഇവനെ എൻ്റെ അടുത്തേക്ക് തൊള്ളയിച്ച് വിട്ടാ മതി. ഇത്ര ആ ലാസ്റ്റ് പറഞ്ഞ വേർഡില്ലേ, അത് ദുൽഖർ പറഞ്ഞു. ആ കർമ്മം കൂടി ചെയ്യാൻ തന്തയായ നീ തയ്യാറാണെങ്കിൽ മാത്രം മതി ഇവനെ എൻ്റെ മുമ്പിലേക്ക് തൊടലയച്ചു വിടാൻ. ഓക്കെ. ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോടാ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ജോമോൾ ജോസഫ് എവിടെയാണ് നാട്? ആലപ്പുഴയിലാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഹോസ്റ്റലില് ഏതിനാ പഠിക്കുന്നത്? തുടങ്ങാം. നല്ല മനോഹരമായി പാടുമെന്നറിയാം. ആ പാട്ട് കൂടി തുടങ്ങാം പ്ലീസ്. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാ
പനിനീർ മലരാക്കി. പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? ഇല്ല, അങ്ങനെ തോന്നിയോ? ഇല്ല, അതാ ചോദിച്ചത്. ഇപ്പൊ നമുക്ക് അഭിനയത്തിലേക്ക് പോവാം. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചു, നിലമ്പൂരിലെയും കോടല്ലൂരിലെയും ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും നിലമ്പൂരിലെയും കോടല്ലൂരിലെയും കൂപ്പുകളിൽ കൂപ്പുപണി ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ. നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കാടുകളിൽ കൂപ്പ് പണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന മാധവൻ ഉണ്ണിയുടെ വിയർപ്പിന്റെ കളറ് ചുവപ്പായിരുന്നു. അങ്ങനല്ലല്ലോ. ഒഴുക്കിയ വിയർപ്പിന്റെ കളറ് ചുവപ്പായിരുന്നു, ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ ഓർമ്മിപ്പിക്കാനോ നെഞ്ചു വിരിച്ച് നിൽക്കാനോ അല്ല, നെഞ്ചു വിരിച്ച് നിന്ന് ആളാവാനോ അല്ല. മുള്ളു ചെടിക്ക് വിഷക്കായം പോലെ. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ, നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? നീ ഉണ്ടാക്കിയ ഒരു മകനുണ്ടല്ലോ, തേ നിൽക്കുന്നു ശവരാമൻ. അവനോട് പറയണം മാധവൻ ഉണ്ണിയുടെ അടുത്ത് പിപ്പിടി കാണിക്കാൻ വരരുതെന്ന്. കൊള്ളി വെക്കാൻ ഒരു മകന് ഇവന് ദൈവം കൊടുത്തിട്ടില്ല. ആ കർമ്മം കൂടി ചെയ്യാൻ തന്തയായി നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവൻ എന്റെ അടുത്തേക്ക് തൊടലഴിച്ചു വിട്ടാ മതി. പിന്നെ ഒരാഗ്രഹമുള്ളു, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം, അത് നാട്ടുകാർ ചെയ്തോളൂ. മരിയ എവിടെയാണ് നാട്? രാജുമാരി. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത കാടുകളിൽ ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും കൂപ്പുപണിക്ക് പോയും. എവിടെ? ഈശ്വര, അങ്ങോട്ട് കൊന്നാലോ, ചങ്കൂട്ടി ചാകുന്നത് കാണാൻ വയ്യ. നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും മണ്ണിൽ കൂപ്പുപണിക്ക് പോയും കാട്ടിൽ കൂപ്പുപണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും ഈ മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിനെ ചുവപ്പ് നിറം. നിന്റെ അഡ്രസ് ആധാർ കാർഡ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിലേ നിന്റെ ശമ്പളം ഞാൻ മണി ഓർഡർ ആയിട്ട് നിന്റെ വീട്ടിലേക്ക് അയച്ചു തരാം. അതാവുമ്പോ നീ ഇവിടെ ഒന്നും ബുദ്ധിമുട്ടുന്ന കാര്യമില്ല. അയ്യോ, അത് വേണ്ട സർ, എനിക്ക് പണി സൈറ്റിൽ വെറുതെ നിൽക്കുന്നതാ ഇഷ്ടം. ഒഴുക്കിയ വിയർപ്പിന് ചോരയുടെ നിറമാണ് ചുവപ്പ് നിറം, ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ പറയാനും ആളാവാനുമല്ല, മുൾച്ചെടിക്ക് കായെന്ന പോലെ. മുൾച്ചെടിക്ക് വിഷക്കായ എന്ന പോലെ നീ ഉണ്ടാക്കിയ മകനുണ്ടല്ലോ, ദേ നിൽക്കുന്നു ശവരാമൻ. ഏത് മറവിൽ ഒളിച്ചാലും ഈ അരശുമൂട്ടി അപ്പുക്കുട്ടൻ നിന്നെ പുല്ലുപോലെ കണ്ടുപിടിക്കും. അവനോട് പറയണം മാധവനുണ്ണിയോട് പിപ്പിടി കാണിക്കാൻ വരരുതെന്ന്. കൊള്ളി വെക്കാൻ ഒരു മകനെ ദൈവം നിനക്ക് തന്നിട്ടില്ല, തന്തേ തനിക്ക് ആ കർമ്മം കൂടി നടത്തേണ്ടി വരും. അയ്യോ, ഇനി പരീക്ഷ എഴുതില്ലെന്നോ? ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട്? അയ്യോ, അതല്ല, ആ കർമ്മം കൂടി നടത്താൻ തന്തയായി നിനക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ശരിയാക്കി തരാം. എന്താ പേര്? ബിൽവിൻ. എവിടെ നാട്? 20 ഏക്കർ. 20 ഏക്കർ സ്ഥലം. എവിടെയാണ് പഠിക്കുന്നത്? പാട്ട് പാടുമല്ലേ? ഒരു പാട്ട് പാടാം. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ, കാറ്റാലെ നിൻ ഈറൻമുടി ചേരുന്നിതൻ മേലാകവേ, നീളുന്നൊരീ മൺപാതയിൽ തോളോടു തോൾ പോയില്ലയോ. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കാടുകളിൽ കൂപ്പുപണിക്ക് പോയും കൂപ്പ് ലേലം ചെയ്തും അങ്ങനെ കൊണ്ടും കൊടുത്തും മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന് ചുവപ്പ് നിറമാണ്, ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ പറയാനോ ആളായി നെഞ്ചു വരിച്ചു നിൽക്കാനോ അല്ല, മുൾച്ചെടിയിലെ ബിഷക്ക പോലെ നീ ഉണ്ടാക്കിയ ഒരു മകനുണ്ടല്ലോ, ദാ നിൽക്കുന്നു ശവരാമൻ.
അവനോട് പറയണം എൻ്റെ അടുത്ത് പിപ്പിടി കാണിക്കാനൊന്നും വരരുതെന്ന്. കൊള്ളി വെക്കാൻ ദൈവം അവനൊരു മകനെ കൂടി കൊടുത്തിട്ടില്ല. തന്തയായ നിനക്ക് ആ കർമ്മം കൂടി ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ മാത്രം അവനെ എൻ്റെ അടുത്തേക്ക് അഴിച്ചു വിട്ടാൽ തുടലഴിച്ചു വിട്ടാൽ മതി. ഓക്കെ, ഗുഡ്. ഓ മൈ ഗോഡ്. നിനക്ക് ഞാനില്ല, വിഷമിക്കല്ലേ നീ. വിഷമിച്ചിട്ടല്ല സാറ് ഷൂസ് ഇട്ട് ചവിട്ടികളെ എന്റെ എന്താ പേര്? ജോത്സ്ന. ജോത്സന. ഓക്കെ. ജോത്സന ഒരു പാട്ടുകാരിയില്ലേ? അല്ല, ഇല്ലേ? പാട്ടുകാരി ഉണ്ട്. എവിടെ നാട് എവിടെയാണ്? തിരുവിതാ സിറ്റി. ഏതിനാ പഠിക്കുന്നത്? ഞാൻ BCA ഫസ്റ്റ് ഇയർ. പാട്ട് പാടുമോ? ഇല്ല. ഇല്ല. അപ്പൊ അഭിനയത്തിലേക്ക് പോകും. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കാടുകളിൽ കൂപ്പുമണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും അങ്ങനെ കൊണ്ടും കൊടുത്തും വളർന്ന കാലത്ത് മാധവനുണ്ണി ഒഴുക്കിയ വേർപ്പിന് ചുവപ്പ് നിറമായിരുന്നു. ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ പറയാനോ ആളായ കഥകൾ നെഞ്ചിരിക്കാനോ അല്ല. നെഞ്ചിരിക്കാനോ അല്ല. മുൾച്ചെടിക്ക് അല്ല, മുൾച്ചെടിക്ക് വിഷക്ക പോലെ നീ ഉണ്ടാക്കിയൊരു മകനുണ്ടല്ലോ, അതേ നിൽക്കുന്നു ശിവരാമൻ. അവനോട് നീ പറയണം, മാധവനുണ്ണിയുടെ നേരെ പിപ്പിടി കാണിക്കാൻ വരരുത്. പിപ്പിടി കൊള്ളി വെക്കാൻ ഒരു മകനെ കൂടി അവന് കൊടുത്തിട്ടില്ല. തന്തയായി നിനക്ക് ആ കർമ്മം കൂടി ചെയ്യാനുള്ള ധൈര്യമുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് തുടലഴിച്ചു വിട്ടാൽ മതി. മനസ്സിലായി? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. എന്താണ് പേര്? ആഗ്നസ്. ആഗ്നസ്. എവിടെയാണ് നാട്? ഇവിടെ രാജക്കാട്. ഏതിനാ പഠിക്കുന്നത്? MSW ഫസ്റ്റ് ഇയർ. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് വിരിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കോടല്ലൂരല്ല, കൂടല്ലൂർ. നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കാടുകളിൽ കൂപ്പുപണിക്ക് പോയും കൂപ്പ് ലേലം ചെയ്തും അങ്ങനെ കൊണ്ടും കൊടുത്തും മാധവനുണ്ണി കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃപയാക്കരെ ദർവാസ മേം കിനാരേ ഹേ, എന്നെ ഒന്ന് പുറത്തു വിടണം. മാധവനുണ്ണി ഒഴുക്കിയ വേർപ്പിന് ചോരയുടെ നിറമാണ്. ചുവന്ന ചോരയുടെ. ചുവപ്പ് നിറമാണ്. ചോരയുടെ നിറം. ചോരയുടെ ചുവപ്പ് നിറം. വന്നത് പഴങ്കഥകൾ പറഞ്ഞ് ആളാകാനോ പഴയ കഥകൾ പറഞ്ഞ് നെഞ്ചുവിരിക്കാനോ അല്ല. മുൾച്ചെടിയിൽ വിഷക്ക പോലെ നിനക്കൊരു മകനുണ്ടല്ലോ, ദാ നിൽക്കുന്നു ശവരാമൻ. അവനോട് പറയണം, എന്നോട് പിപ്പിടി കാണിക്കാൻ വരരുതെന്ന്. പിപ്പിടി കാണിക്കാൻ വന്നാൽ കൊള്ളി വെക്കും. 10-30 വർഷമായിട്ട് ഊതി കാച്ചെടുത്ത് എന്റെ പൊന്നാണത്. അതുകൊണ്ട് അവനോട് പറയണം, അതുകൊണ്ട് നിനക്കൊരു കർമ്മം ചെയ്യാൻ പോലും നിനക്കൊരു മകനെ ദൈവം തന്നിട്ടില്ലല്ലോ. അവനെ എന്റെ അടുത്തോട്ട് തൊടലടിച്ചു വിടുക. തൊടലഴിച്ചു വിടുക. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ആര്യ, എവിടെ നാട്? രാജകുമാരി. അപ്പൊ റെഡി, ആക്ഷൻ. ഉൾനാമ്പ് വിളയാത്ത പാറമണി. ഉൾനാമ്പ് തെളിയാത്ത പാറമണിയിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടല്ലൂരിലെയും കാടുകളിൽ കൂപ്പുപണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും കൊടുത്തും വളർന്ന മാധവനുണ്ണി ഒഴുക്കിയ വേർപ്പിന് ചുവപ്പ് നിറമായിരുന്നു. ചോരയുടെ ചുവപ്പ്. വന്നത് പഴങ്കഥകൾ ഓർമ്മിപ്പിക്കാനുമല്ല, ആളായ കഥകൾ പറഞ്ഞ് നെഞ്ച് വിരിക്കാനുമല്ല. മുള്ളൻചെടിക്ക് വിഷക്കായ പോലെ നീ ഉണ്ടാക്കിയൊരു മകനുണ്ടല്ലോ, അതേ നിൽക്കുന്നു ശവരാമൻ. അവനോട് പറയണം, മാധവനുണ്ണിയുടെ അടുത്ത് പിപ്പിടി കാണിക്കാൻ വരരുതെന്ന്. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. കൊള്ളി വെക്കാൻ അവനൊരു മകനെ ദൈവം കൊടുത്തിട്ടില്ല. ആ കർമ്മത്തിനും കൂടി തന്തയായ നീ തയ്യാറാണെങ്കിൽ മാത്രം അവനെ എൻ്റെ അടുത്തേക്ക് തൊടലഴിച്ചു വിട്ടാൽ മതി. മനസ്സിലായോ? സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ടി എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പേര് നിർണയ്, വീട് തൊടുപുഴ. ആക്ഷൻ. ഉൾനാമ്പ് നിറഞ്ഞ പാറമണ്ണി. അവൻ എന്തെങ്കിലും പറഞ്ഞോ? ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണി പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കോടല്ലൂരിലെയും കാടുകളിൽ. കോടല്ലൂരല്ല, കൂടല്ലൂർ. കൂടല്ലൂർ കാടുകളിൽ
കൂപ്പുപണിക്ക് പോയും കൂപ്പ് ലേലം കൊണ്ടും കൊണ്ടും കൊടുത്തും മാധവനുണ്ടാക്കിയ മാധവനുണ്ണി ഒഴിക്കിയ വിയർപ്പിന് ചോരയുടെ നിറമായിരുന്നു എന്ത് നിറം? കട്ടച്ചോര. ഇനി ഞാൻ നിന്നോടൊന്നും സംസാരിക്കില്ല. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തോ. ചോരയുടെ ചുവപ്പ് നിറമായിരുന്നു. ചോരയുടെ ചുവപ്പ് നിറം. മതിയെന്ന് അടുത്ത പറ. വന്നത് ആളാകാനോ പഴയ കാര്യങ്ങൾ പറഞ്ഞ് നെഞ്ചുരിക്കാനോ അല്ല. വിഷക്ക. ഇതാര് തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി? നിർത്താൻ 3 വർഷം പറഞ്ഞിട്ട് പോയിക്കോ. ഇതാര് തയ്ച്ച സഞ്ചി, ചന്തയിൽ സഞ്ചിച്ച സഞ്ചി. നിർത്താൻ 3 വർഷം പറഞ്ഞിട്ട് ടക്കർ കിട്ടും. 1 2 3 സ്റ്റാർട്ട്. ഇതാര് തയ്ച്ച സഞ്ചി, ചഞ്ചി ചെഞ്ചൻ ചെഞ്ചൻ. നിനക്കേ പറ്റൂ ഇത്. ഇത് ആര് തയ്ച്ച സഞ്ചി, ചന്തയിൽ സഹിച്ച ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. ഇത് ആര് തയ്ച്ച സഞ്ചി, ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇത് ആര് തയ്ച്ച സഞ്ചി, ചന്തയിൽ സഹിച്ച സഞ്ചി. ആര് ചതിച്ച, ആര് തയ്ച്ച സഞ്ചി, ചതിച്ചല്ല. ഇത് ആര് തയ്ച്ച സഞ്ചി, എന്താണ് പേര്? എൻ്റെ പേര് രമേഷ് എന്നാണ്. രമേഷ്, എവിടെ നാട് എവിടെയാണ്? ഞാനിവിടെ രാജക്കാട് തന്നെയാണ്. അപ്പോൾ ശരി, നമുക്ക് ഒരു ആ മിമിക്രിയിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, ഞാൻ വെള്ളാപ്പള്ളി നടേശനാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി കേൾക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. അത് ഏതാണ് ആ ജാതി എന്നുള്ളതിനാണ് അദ്ദേഹം. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ കോളേജിന് ഒരു മഞ്ഞ നിറം വരിക്കുക ഫീൽ ചെയ്തു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രിൻസിപ്പൾ അച്ഛനോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ബസ്സിനൊക്കെ ഞങ്ങൾ മഞ്ഞ കളർ അടിച്ചേക്കുന്നത്. അപ്പം മഞ്ഞ എനിക്കും ഇഷ്ടമാണ്, ഇവിടെ ഉള്ളവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമായതുകൊണ്ടാണ് ഞാൻ ഈ കോളേജിൽ പഠിക്കാമെന്ന് ആലോചിച്ചത്. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു. പിന്നെ കോളേജ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ടു, എല്ലാം സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമുക്കെന്നാൽ അഭിനയത്തിലേക്ക് കിടക്കാം. റെഡി, ആക്ഷൻ. ഉൾനാമ്പ് പറ്റുന്ന പണിക്ക് പോയാ പോരെ. ഉൾനാമ്പ് തെളിയാത്ത പാറമണ്ണിൽ പൊന്നു വിളയിച്ചും നിലമ്പൂരിലെയും കൂടരൂരിലെയും കൂപ്പുകളിൽ കൂപ്പ് പണിക്ക് പോയും. എന്തോന്ന്? നിലമ്പൂരിലെയും കൂടലൂരിലെയും കാടുകളിൽ കൂപ്പ് പണിക്ക് പോയും. അല്ല, ഇവിടെ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂപ്പ് ലേലം കൊണ്ടും കൊണ്ടും കൊടുത്തും വളർന്ന കാലഘട്ടത്തിൽ മാധവനുണ്ണി ഒഴുക്കിയ വിയർപ്പിന് ചുവപ്പ് നിറമായിരുന്നു. എന്തോന്ന്? ചുവപ്പ് നിറം. എന്തിന്റെ ചുവപ്പ്? ചോരയുടെ ചുവപ്പ് നിറം. വന്നത് പഴങ്കഥകൾ പറഞ്ഞ് ആളാവാനോ ആളായ കഥകൾ പറഞ്ഞ് നെഞ്ചുവിരിക്കാനോ അല്ല. പിച്ചക്കാരെ പോലെ കരയണ്ട, അതുപോലെ ചെയ്താ മതി. മുൾച്ചെടിക്ക് വിഷക്കാ പോലെ നീ ഉണ്ടാക്കിയ ഒരു മകനുണ്ടല്ലോ, ദേ നിൽക്കുന്നു ശവരാമൻ. അവന്റെ അടുത്ത് പറയണം എന്റെ അടുത്ത് പിപ്പിടി കാണിക്കാൻ വരരുതെന്ന്. അവന് കൊള്ളി വെക്കാൻ അവനൊരു മകനെ പോലും ദൈവം നിനക്ക് തന്നിട്ടില്ല. ചേട്ടാ, ഇവനിങ്ങനെ സ്വതന്ത്രമായി നടക്കാൻ അനുവദിച്ചുകൂടാ, എന്തും സംഭവിക്കാം. കൊള്ളി വെക്കാൻ അവന് ഒരു മകനെ പോലും ദൈവം അവന് കൊടുത്തിട്ടില്ല. ശരിയല്ലേ? ആ കർമ്മം കൂടെ തന്തയെ തനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് തുടലയിച്ചു വിടാം. എന്നെ കൂടെ കൂട്ടായിരുന്നു. ഇത് സംസ്ഥാന സമ്മേളനമൊന്നുമല്ലല്ലോ. എല്ലാവരും മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ആദ്യം വേദിയിലേക്ക് വരുന്ന ഒരാൾക്ക് നമ്മൾ പ്രൈസ് കൊടുക്കാറുണ്ട്. അതൊരു ചെറിയ കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ മിമിക്രിയൊക്കെ ചെയ്തു. അദ്ദേഹത്തെ വേദിയിലേക്ക് വിളിക്കുകയാണ്. രമേഷ്, ഇതാണ് നമ്മൾ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക മറ്റൊരു ഗിഫ്റ്റ്. കൺഗ്രാജുലേഷൻ. നമ്മളെ ചിരിപ്പിച്ച ഒരാളെ വിളിക്കുകയാണ്. ജോമോൾ, സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ വക മനോഹരമായിട്ട് ചെയ്ത മിസ്റ്റർ ബിനിൽ, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. പിന്നെ പയ്യന്നൂരിൻ്റെ പെരുമ പുതുവൾ ഫുഡ്സ് നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ്. അതുകൂടാതെ തന്നെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക എഴുതാൻ പറ്റുമെങ്കിൽ എഴുതുന്നൊരു പെൻ. ഇനി ഞാൻ അടുത്തത് വിളിക്കുന്നത് നന്നായി സ്ക്രിപ്റ്റ് പറഞ്ഞ ആര്യയാണ്. ആര്യ, അപ്പോൾ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു കിരീടം, അവരുടെ തന്നെ മനോഹരമായി എഴുതാനൊരു പെൻ. സിൽക്കോ നൽകുന്ന തൊട്ടുകൂട്ടാനുള്ളതല്ല, ആസ്വദിച്ച് കഴിക്കാനുള്ളതാണ് സിൽക്കോ അച്ചാർ. യെസ്, അപ്പോൾ സാൻജോ കോളേജിൽ നിന്ന് തൽക്കാലം നമ്മൾ വിട പറയുകയാണ്. ഈ നല്ല ക്ലൈമറ്റ്, നല്ല കുട്ടികളുടെ ഇടയ്ക്ക് നിന്ന് എനിക്ക് പോകാൻ തോന്നുന്നില്ല. എങ്കിലും അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണുന്നത് വരെയും ഗുഡ് ബൈ.